പക്ഷേ പിന്നീടാണ് എന്ത് സംഭവിച്ചത്, ട്വിസ്റ്റ് സംഭവിച്ചത്. കാരണം ഏതൊരു സിനിമയ്ക്കും ഒരു ക്ലൈമാക്സ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ നിയാഫിയ സൂംബ ടീം എന്ത് ചെയ്തു, ഇതിനങ്ങോട്ട് ഏറ്റെടുത്തു. കൂടാതെ നമ്മളൊക്കെ അമ്പരപ്പിച്ചു. എന്ത് ഡാൻസ് അറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമുക്കറിയാലോ കിങ്സ് ക്ലബ്ബ് ബിസിനസ് ഓണേഴ്സിന്റെ എനർജി ഒന്ന് വേറെ തന്നെയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട, നിങ്ങളൊന്ന് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഇൻവോൾവ് ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 വില്ലന്മാരെയും സമയം, അതുപോലെ തന്നെ പെരുമഴ, ഈ ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ബിസിനസ് ഓണേഴ്സ് ഒക്കെ കൂടെ എന്ത് ചെയ്തു, 9:30-10 മണിക്ക് ഞങ്ങളൊരു 10-15 മിനിറ്റിന്റെ സെഷൻ കൂടി. ആ സെഷൻ തന്നെ ഒരു പൊളിച്ച സെഷനായിരുന്നു. ആ ഫോട്ടോസും വീഡിയോസും ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ലേക്ക് സോങ് റിസോർട്ടിലെ ഫുഡ് ഗംഭീര ഫുഡാണ്, കുമരകം ഫുഡും കൂടെയാണല്ലോ. ഭക്ഷണം കഴിച്ച എല്ലാവരും ഭയങ്കര എന്താണ് ഒരു എനർജി ഒക്കെ ഒന്ന് ഡ്രെയിൻ ആയി നിൽക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റിന്റെ ഒരു അമേസിങ് സെഷൻ. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്തെന്നറിയോ, നമ്മൾ നിയാഫിയന്റെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ, രാവിലെ ചെയ്തത് കൊണ്ട് ട്രെയിനിങ്ങിൽ എഫക്ട് ചെയ്യാൻ പാടില്ല, കാരണം അനിൽ സാറിന്റെ മെയിൻ സെഷനെ നമ്മൾ ബോഡി ടയേർഡ് ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ 10 ഓക്കെയാണ്. ഉച്ചയ്ക്ക് ഡാൻസ് ചെയ്താൽ അത് ക്ഷീണമാകുമോ എന്നൊരു ടെൻഷനും കൂടെ നമുക്കുണ്ട്. പക്ഷെ അത് കറക്റ്റ് 20 മിനിറ്റിൽ പക്ക സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയോ, രാവിലത്തെ സെഷനേക്കാൾ മികച്ചതായിട്ട് ഈ സെഷൻ മാറി. ഇത് കഴിഞ്ഞപ്പോഴാണ് വിറ്റുണ്ടായത്. ഒരു 7 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ലോങ് സെഷൻ വെച്ചു. അത് സൂംബ മാത്രമല്ല, നമ്മളെ ട്രെൻഡിങ് സോങ്ങും കാര്യങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു 45-50 മിനിറ്റിലെ സെഷൻ. രാവിലെ ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാർ കളിക്കുന്ന നോക്കിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതിനൊരു ഫുൾ ലെവൽ അങ്ങോട്ട് മാറ്റി. പിന്നെ ആ ആ ദിവസം ഒരു 7 മണിക്ക് രാത്രിത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ. ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, എന്താണെന്നറിയോ, പെരുമഴ അകത്തും ഇടിവെട്ട് മഴ പുറത്തും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്യാപ്ഷൻ ഇട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്നതുപോലെ തന്നെ ലേക്ക് സോങ്ങിനെ ഇളക്കി മറിച്ചുകൊണ്ട് കിങ്സ് ക്ലബ്ബ് ബിസിനസ് ഓണേഴ്സും നിയാഫിയ സൂംബ ടീമും കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ട് ആ ഇവന്റ് അങ്ങോട്ട് നടത്തി. ഒരു 45-50 മിനിറ്റ് എല്ലാവരും. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, സൂംബ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം ഫീൽ ചെയ്യില്ല, നിങ്ങൾക്കതൊരു പ്രഷറായിട്ട് തോന്നില്ല, കാരണം ഇതൊരു ഡാൻസും പാട്ടുമാണ്. കണ്ടിന്യൂസ് 45-50 മിനിറ്റ്, ഞാൻ വീണ്ടും പറയുന്നു, കണ്ടിന്യൂസ് 45-50 മിനിറ്റ്. ആദ്യമായിട്ട് സൂംബ ചെയ്യുന്ന ആളുകൾ പോലും ക്ഷീണിക്കാതെയാണ് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ സ്റ്റെപ്പുകൾ കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് വെറും സൂംബയല്ല, ഇത് നമ്മുടെ ട്രെൻഡിങ് സോങ് ഒക്കെ വെച്ചിട്ടുള്ള ഡാൻസും കൂടെ മിക്സ് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ വൈകുന്നേരത്തോടു കൂടി എല്ലാവരും ഹാപ്പി. അനിൽ സാർ 100% ഹാപ്പി, ബാക്കി എല്ലാവരും ഹാപ്പി. നമ്മുടെ ട്രെയിനേഴ്സിനെ വാരി പൊടരുകയാണ്. കാരണം അന്ന് അവർ സെലിബ്രിറ്റിയാണ്. കാരണം ഈ ട്രെയിനേഴ്സ് ഇത്രയും നല്ലൊരു ഇവൻ്റാണ് ഇവർക്ക് നടത്തി കൊടുത്തത്. 3 സെഷൻ കഴിഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ അടുത്തൊരു ക്ലൈമാക്സ് നടക്കാൻ പോണത്.